നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ സർപ്പക്കാവാണ്. സർപ്പക്കാവെന്ന് പറയാൻ പറ്റിയല്ല, ഒരു പണ്ട് സർപ്പം ഇരുന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആൾക്കാരൊക്കെ പറയുന്നത് അതിനകത്ത് സർപ്പത്തിൻ്റെ കല്ലുകൊണ്ടുള്ള വിഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വലിയ മഴയൊക്കെ വന്ന സമയത്ത് ചെരിഞ്ഞു പോയി അത് നിലത്ത് വീണ പിന്നെ അതിൻ്റെ മേളിൽ നിറച്ച് മണ്ണും കല്ലും മണ്ണും ഒക്കെ വന്ന് കയറി ആ വിഗ്രഹം കാണാതായതാണെന്നാണ് അവർ പറയുന്നത്. ഇതാണ് ആ കാവ്. ഇവിടെ വിളക്ക് വെപ്പോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഒരു കാടായിട്ട് ഇങ്ങനെ കിടക്കും ഒരു പ്രദേശത്ത്. ഇത് വേറൊരാളുടെ കൈവശിരിക്കുന്ന പറമ്പ. ഇതിങ്ങനെ കാട് പിടിച്ചിങ്ങനെ കിടക്കുക. കുറച്ചേറെ സ്ഥലമുണ്ട്. ഈയിടെ ഇവിടെ പറമ്പെല്ലാം നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാടെല്ലാം വെട്ടിക്കളഞ്ഞു. എന്നാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. എത്ര നല്ല ഉച്ച സമയത്തായാലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇതിനകത്ത് 1-2 വലിയ വൃക്ഷങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ നേരത്തെ ചെറിയ മരങ്ങളായിരുന്നു. അതൊക്കെ ഇപ്പം വണ്ണം വെച്ച് കുറച്ച് വലുതായിട്ടുണ്ട്. എത്ര രസമാണെന്നറിയോ ഇതിൻ്റെ കീഴെ നിൽക്കാൻ. കണ്ടോ, നട്ടുച്ച സമയമായിട്ടും വെയിലൊന്നും അടിക്കുന്നേയില്ല. സൂര്യൻ നമ്മുടെ കണ്ണിലേക്ക് നോക്കി നിൽപ്പുണ്ട്. എന്നാലും ചൂടൊന്നും നമ്മൾ അറിയുന്നേയില്ല. എത്ര രസമാണെന്നറിയോ. എനിക്ക് നേരത്തെ ആടുണ്ടായിരുന്ന സമയത്ത് ആടുകളെല്ലാം ഇതിനകത്ത് വന്ന് നിന്ന് തീറ്റ തിന്നാൻ വരാറുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ കാട്ടുകാപ്പി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അമൽപ്പൊരി എന്ന് പറയും. ചില നാടുകളിലൊക്കെ അമൽപ്പൊരി എന്ന് പറയും. ഇവിടെ കാട്ടുകാപ്പി എന്ന് പറയും. അത് ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് ആടുകൾ ഇതിനകത്ത് കയറുമായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ ഇതുങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടൊക്കെ അങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ സർപ്പത്തിൻ്റെ കാടാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ വീട്ടിലുള്ളവരൊക്കെ പറയും അതിൻ്റെ അകത്തോട്ട് എപ്പോഴും പോവരുത്, അങ്ങനെ അവിടെ സർപ്പം ഉണ്ടെന്നൊക്കെ പറയും. എന്നാലും എനിക്ക് പേടിയൊന്നും ഇതുവരെ തോന്നിയിട്ടേ ഇല്ല. എന്തായാലും നല്ല തണുപ്പാന്നുള്ള കാര്യം അറിയാം. ഇഷ്ടം പോലെ മയിൽ എവിടുന്നാണ് വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഇവിടുന്ന് മയിൽ പറന്ന് വരുന്ന കണ്ടിട്ടുണ്ട്. 1-2 തവണ കണ്ടിട്ടുണ്ട്. പിന്നെന്താ, കുരങ്ങ്. നമ്മുടെ ഇവിടെ കുരങ്ങ് മയിൽ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്ത, പക്ഷെങ്കിൽ ഒരിക്കലും മയിലിനെ കണ്ടിട്ടുണ്ട്. ഒരിക്കലല്ല, 2 തവണ മയിലിനെ കണ്ടിട്ടുണ്ട്. 2 തവണ കുരങ്ങിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പാത്ത് പതുങ്ങിയിരിക്കുമായിരിക്കും. മനുഷ്യരൊന്നും അധികം വരാത്ത സ്ഥലമല്ലേ. അത് കഴിഞ്ഞിട്ട് അവർക്ക് തക്കം കിട്ടുമ്പോൾ അവരിറങ്ങി വെളിയിലേക്ക് വരും. അപ്പം നമ്മൾ കാണും. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇതാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ ജീവിച്ചാലത്തെ ഗുണം. നമ്മുടെ സിറ്റികളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വല്ലതും കാണാനോ അറിയാനോ എന്തെങ്കിലും ഭാഗ്യമുണ്ടോ? എപ്പോഴും ഒരു മുറിക്കകത്ത് തന്നെ വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞുകൂടാനുള്ളതാണ് ആ കുട്ടികളുടെ വിധി. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ മരത്തിൽ എന്തോ ഒരു തരം കായ ഉണ്ടായിട്ടുണ്ട്. എന്നാ കായെന്നൊന്നും മനസ്സിലാവുന്നില്ല. താഴെ നോക്കിയിട്ട് ഒരു കാ കാണുന്നുമില്ല. മോളിൽ കണ്ടോ കാ കിടക്കുന്നേ? കൊലകൊലയായിട്ട് കായകളുണ്ടായി കിടപ്പുണ്ട്. ഇതെന്ത് മരമാണെന്ന് പക്ഷെ മനസ്സിലാവുന്നില്ല. വീട്ടിൽ ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. നേരത്തെ ഇതിനകത്ത് കുരങ്ങ് മൈലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പറിച്ചിട്ടുണ്ട്. നല്ല രസമാണ് അത് കയ്യിലിടാൻ. ഈ കായ എന്താണെന്ന് പക്ഷേ മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും കാണാനും പറ്റുന്നില്ല. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. അതുകൊണ്ട് നമുക്കിത് ക്യാമറയിൽ എടുക്കുമ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് തോന്നുന്നത്. ഇതാണ് സംഭവം. ഇപ്പോൾ ഇല കുറവാണ്. നിലത്തൊന്നും കായകൾ കാണാൻ കിട്ടുന്നില്ല. ഇല്ല, ഒരെണ്ണം പെറുക്കി കാണിച്ചു തരായിരുന്നു. നോക്കട്ടെ ഉണ്ടോ.
ഒന്നും കാണുന്നില്ല കേട്ടോ. അത് പാകമായി കഴിഞ്ഞാൽ നിലത്ത് വീഴത്തുള്ളായിരിക്കും, ഇനി പഴുക്കണമായിരിക്കും. ഇന്നിവളെ ഇവിടെ കൊണ്ടാണ് കെട്ടിയേക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലെ കൂടെ ഒന്ന് വന്നത്. അവളുടെ കൂട്ടുകാരൻ കണ്ടോ, അവളുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്, എൻ്റെയും തൊട്ടടുത്താണ് നിൽക്കുന്നത്. എന്നെ ഒന്നും ഒരു പേടിയില്ല കേട്ടോ. അവളുടെ കൂട്ടുകാരനല്ലേ, പിന്നെ എന്തിനാ എന്നെ പേടിക്കുന്നല്ലേ. ആ വേറെ 2 പേരും കൂടെ ഉണ്ടല്ലോ. ഞാൻ ഈ ഒരാളെ കണ്ടുള്ളായിരുന്നു, വേറെ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. ഇടാ ഉമ്മാരെ, എന്തിനു വന്നാണോ? ഇങ്ങോട്ട് വാ. നോക്കിയാൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു പേടിയുണ്ടോ നോക്കി. ഞാനൊന്നും ചെയ്യാലെന്ന് അവർക്കറിയാം. ഇട്ടാ പണ്ട് ഈ കൊക്കിൻ്റെയൊക്കെ പുറകെ എന്തോരം ഓടിയിട്ടുണ്ടെന്നറിയാം, ഒരു കൊക്കിനെ കിട്ടാൻ വേണ്ടിയിട്ട്, വളർത്താനാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിലെ, യാതൊരു ബോധവും ഇല്ലാത്ത സമയത്ത്. ഇതിൻ്റെയൊക്കെ പുറകെ ഓടിയാൽ കിട്ടുമോ? ആ വേറൊരാളും കൂടെ ഉണ്ട്. 4 പേരുണ്ട് കേട്ടോ ടോട്ടൽ. 1 2 3 ഒരുത്തനുണ്ടല്ലോ, അവിടെ 4. ചിലപ്പോൾ നമ്മുടെ ഇതിലെ കൂടെയൊക്കെ, നമ്മുടെ ഈ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വലിയ എരണ്ടാന്ന് പറഞ്ഞൊരു കൊക്ക് വരും. എന്നാ മുഴുപ്പാന്നറിയോ, ഒരു താറാവിനേക്കാളും മുഴുപ്പാണ്, ഒരു അരയന്നത്തിൻ്റെയൊക്കെ ഷേപ്പാണ്, ഇച്ചിരി തവിട്ട് കളറുമുണ്ട്. അതിഷ്ടം പോലെ പണ്ട് കണ്ടത്തിലൊക്കെ കൊണ്ട് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഒയ്യോ, അതെന്നെ അങ്ങോട്ട് ഓടിയെന്ന് നോക്കി. ഉടുമ്പാന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് ക്യാമറ കിട്ടിയില്ല, പേടിച്ചു പോയി എന്താന്ന്. ഇതേ പശുവും പേടിച്ച് നോക്കുക, പശുവും പേടിച്ചു പോയി, ഞാനും പേടിച്ചു പോയി. ഇതെന്താ സംഭവം? സാരില്ലടി, അതൊരു ഉടുമ്പായിരുന്നു, അത് ഓടിപ്പോയി. ഞാൻ പേടിച്ചു പോയി. എനിക്ക് പാമ്പിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാണ്, പാമ്പാണോ എന്ന് ഓർത്തു പോയി. ഏതായാലും അത് ആ മാട്ടയിലോട്ടാണ് കയറിപ്പോയേക്കുന്നത്. നേരത്തെ ഈ പറമ്പിൽ നിന്ന് ഒരു മുഴുത്ത ഒരു ഉടുമ്പിനെ കിട്ടിയായിരുന്നു, ചത്ത രീതിയിൽ. അവിടെ ചത്ത് കിടക്കുമായിരുന്നു. അതിനെ പിന്നെ ഞങ്ങളത് മാന്തിയിട്ടു. കൂട്ടുകാരെയും കൂടെ വിളിച്ചോണ്ട് പോ. ഇനിയിപ്പം വേനലായി, നമുക്ക് തിന്നാൻ തീറ്റയൊന്നുമില്ല, കരിഞ്ഞ വേനല. ഇവിടെ ഒരു ഇച്ചിരി പുല്ലും കൂടെ ഉണ്ട്, വേറുള്ളതെല്ലാം ഇനി തീരാറായിട്ടുണ്ട്. കാപ്പിക്കുരു കാണിച്ചു തരാം കേട്ടോ, കാപ്പിക്കുരു കാണാത്തവർക്ക്. എല്ലാ നാട്ടിലും തന്നെ കാപ്പിക്കുരുവൊക്കെ കാണുമായിരിക്കും, എന്നാലും ഇത് നമ്മൾ നട്ടതൊന്നും അല്ല കേട്ടോ. ഇതെങ്ങനെയോ തന്നെത്താനെ കുരു വീണ് കിടക്കുന്ന ഇതാണ് കാപ്പിക്കുരു. ഈ കാപ്പിക്കുരു ഇതുപോലെ പഴുത്ത് കഴിയുമ്പം പറിച്ച് നമ്മൾ വല്ല പരമ്പയിലോ ചാക്കിലോ ഇട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കും. ഉണങ്ങിയെടുത്തിട്ടിത് വറക്കും, വറക്കും. എന്നുവെച്ചാൽ ഈ ചട്ടിയിലൊക്കെ, ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തിട്ട് വെറും കടലയൊക്കെ നമ്മൾ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ വറുത്തെടുത്തേച്ചിട്ട്, അന്നേരം നല്ല സ്മെല്ലാണ് ഇത്. കാപ്പിക്കുരു വറുത്ത് എടുക്കുന്ന മണം നല്ല സൂപ്പർ സ്മെല്ലാണ്. എന്നിട്ടത് പണ്ടൊക്കെ ആണെങ്കിൽ ഉരലിലിട്ട് ഇടിച്ചിടിച്ച് കുത്തി തെള്ളി എടുക്കും. തെള്ളുക എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പയ്ക്കകത്തിട്ട് ഇങ്ങനെ ഇടഞ്ഞെടുക്കും. അങ്ങനെ എടുത്തിട്ടായിരുന്നു പണ്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിത് കൊണ്ടുപോയി മില്ലിൽ കൊടുത്തിട്ട് പകരം നമ്മൾ പൊടി മേടിക്കും. കാപ്പിക്കുരു കൊടുത്തിട്ട് പൊടി നമ്മളിങ്ങോട്ട് മേടിക്കും. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, അതിൻ്റെ ചിക്കറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവമൊക്കെ ചേർത്തിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോഴാണ് നമ്മുടെ കാപ്പിക്കുരുവിൻ്റെ ശരിക്കുള്ള ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട്, നമ്മളൊന്നും പറിക്കാറില്ല കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൻ്റെ അതിരിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ അല്ല ഈ കാപ്പിക്കുരു ഒന്നും. നമുക്കധികം കാപ്പിയൊന്നുമില്ല, നമ്മൾ പറിക്കാറുമില്ല. കുറച്ചല്ലേ ഉള്ളൂ, പിന്നെ പറിച്ച് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ച് പറിക്കാറില്ല. ഇതാ സർപ്പത്തിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വളർന്നു നിൽക്കുന്ന ഒരു കാപ്പിയാണ്. ഒരു കാപ്പിക്കുരു ഏതെങ്കിലും വവ്വാൽ കൊണ്ട് ചപ്പിയിടും, അതവിടെ കിടന്ന് കിളുത്ത് മരമാവും. 3-4 കൊല്ലം കൊണ്ട് തന്നെ കായ ഉണ്ടാകും കേട്ടോ ഈ കാപ്പിക്ക്. കാപ്പിയുടെ ചോട് കാണിച്ചു തരാം. ഇതേ ഈ കാണുന്നതാണ് കാപ്പി, അത് ആ മാട്ടയിലാണ് നിൽക്കുന്നത്. ഇവത്തേലാണ് കാപ്പിക്കുരു ഉണ്ടായേക്കുന്നത്. കണ്ടോ, ഇതാണ് കാപ്പിക്കുരു. ഇത് കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ, അവർക്കൊക്കെ വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലുള്ളവർക്കൊക്കെ അറിയാം, തീരദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും അറിയാൻ വലിയ വഴിയില്ല. തീരസ്ഥലങ്ങളുണ്ടല്ലോ, ആലപ്പുഴ,
എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് കാണാൻ വേണ്ടിയാണിത് ഞാൻ കാണിച്ചത് തന്നെ. ഇതൊക്കെ ഇച്ചിരി പഴകിപ്പോയി. എന്തോ പാടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ പാട് പിടിച്ചിട്ടുണ്ട്, കറ പോലെ. നല്ല ചുമന്ന് നിൽക്കുവാണെങ്കിൽ നല്ല രസമാണ്. റോബസ്റ്റ കപ്പി ഇത്. കുറേ പൊഴിഞ്ഞു പോയി, നമ്മളാരും പറിക്കാത്തതുകൊണ്ടേ. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്നാന്ന് ചോദിച്ചാൽ നിറച്ച് കടിയനുറുമ്പായിരിക്കും നമ്മൾ പറിക്കുന്ന സമയത്ത്. കടി കിട്ടും. കാണിച്ച് കൂടോടെ ഉറുമ്പായിരിക്കും. നമുക്ക് പറിക്കുമ്പോഴത്തേക്കും കയ്യിലൊക്കെ കയറും. കാണിച്ചു തരാമേ. കണ്ട ഉറുമ്പ്, ഇത് കടിക്കുന്ന ഉറുമ്പ മേത്തോട്ട് കയറിയിട്ട്. ഈ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഈ പറമ്പിലധികം നമുക്ക് കപ്പളങ്ങ ഇല്ലായിരുന്നു കേട്ടോ, കപ്പളം ഇല്ലായിരുന്നു. നമ്മൾ കപ്പളങ്ങ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടിയാമെന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ വലിയ രീതിക്കൊന്നും കപ്പളം ഉണ്ടാകുകയില്ലായിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, കുറേ കപ്പളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ. അത് കാണിക്കാം. ഇവിടെ എല്ലാം നല്ല പള്ളയാണ്. പുല്ല് ഇങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ല കേട്ടോ. അയ്യോ, ഇതാണ് ഒരു കപ്പളം. ഇവിടുത്തെ പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പൂ കാണാമല്ലേ? ഇത്. ഇനി അടുത്തത് ഇത്. ഇതൊരു ആൺകപ്പളമാണേ. പണ്ടൊക്കെ പറയാമായിരുന്നു ഈ ആൺകപ്പളം നട്ടുപിടിപ്പിച്ചാൽ വീട്ടിൽ നിന്നാൽ ആണുങ്ങൾക്ക്, വീട്ടിലുള്ള ആണുങ്ങൾക്ക് കേടാന്ന്, ദോഷമാണെന്ന് പറയും. എന്നിട്ട് അത് വെട്ടിക്കളയുമായിരുന്നു. ഇനി അടുത്ത കാണിക്കാം. ഇത് വേറെ ഒരു ആൺകപ്പളമാണ്. ഇതുണ്ടോ, അതിൻ്റെ പൂ നോക്കിയാൽ കൊല കൊലയായിട്ട് കിടക്കും. ഇവിടുത്തെ ചിലപ്പം ഇങ്ങനെ കായ ഉണ്ടാകാറുണ്ട്. വലിയ നല്ല കായൊന്നും കിട്ടത്തില്ല, മുഴുത്ത കായൊന്നും കിട്ടാറില്ല. അടുത്തത് നമുക്ക് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. ഇതടുത്ത കപ്പളം കണ്ടോ, കുഞ്ഞ് കായായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം വേറെ ഒരു നീളം കപ്പളം. ഇതന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ഇതൊരു ഷേപ്പ്. അതിൻ്റെ തൊട്ടപ്പുറം ഉണ്ടായേക്കുന്ന വേറൊരു ഷേപ്പ്. കണ്ടോ, നീളം കപ്പളങ്ങ. അത് ഞാൻ ഇച്ചിരിയും കൂടെ അടുത്ത് കാണിക്കാം. കണ്ടില്ലേ, അത് നീളം കപ്പളങ്ങ. തൊട്ടടുത്ത് കിടക്കുന്ന ഉണ്ട കപ്പളങ്ങ. പിന്നെ ഒരാൺകപ്പളം. ഇത് വെള്ള ആൺകപ്പളം. അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു വെള്ള ആൺകപ്പളം ഉണ്ട്. പിന്നെ വേറൊരു രസമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു നീല ആൺകപ്പളം ഉണ്ടായിട്ടുണ്ട്. അത് കാണിക്കാവേ. നീല ആൺകപ്പളത്തിൻ്റെ പൂവിന് ഇച്ചിരി കൂടി ഒരു നീല നിറമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അതിൻ്റെ തണ്ടൊക്കെ ഒരു വയലറ്റ് കളറില്ല. നമ്മൾ വെള്ള കണ്ടപ്പോൾ തൂ വെള്ളയായിരുന്നു അതിൻ്റെ തണ്ടല്ല. ഇത് കണ്ടോ, അത് വേറൊരു കപ്പളം. പിന്നെ അതിൻ്റെ അപ്പുറമായിട്ട് കണ്ടോ വേറെ ഒരു കപ്പളം ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തൊട്ടടുത്തടുത്തടുത്താണ് നിൽക്കുന്നത്. എന്നാലും ഇതെല്ലാം പല വെറൈറ്റി കപ്പളമാണ്. ഇതെങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയത്തില്ല. അതെ, അതിൻ്റെ പൊക്കത്തിൽ വേറൊരു കപ്പളം ഒത്തേലും കാ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പളത്തിൻ്റെ കപ്പളങ്ങയുടെ പൂരമായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ കപ്പളത്തിലെ ഇപ്പോഴത്തെ താരം. ഇത് വലിയൊരു കപ്പളം. ഇതും തനിയെ ഉണ്ടായി വന്നത്, എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയത്തില്ല. നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു കപ്പളവും കൂടി ഉണ്ടായി വരുന്നുണ്ട്. ഇത് നമ്മുടെ പറമ്പിലെ തന്നെ വേറെ ഒരു കപ്പളങ്ങ കേട്ടോ. 2 കപ്പളം അടുത്തടുത്തുണ്ടായിട്ടുണ്ട്. ഇതും തനിയെ ഉണ്ടായി വന്നതാണ്. തൊട്ടടുത്തായിട്ട് വേറൊരു കപ്പളം കൂടി ഉണ്ട്. അവത്തിലൊരു കപ്പളങ്ങ വഴുത്ത് കിടപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാൻ പോയി.
കപ്പളങ്ങ തുളച്ച് തിന്നിട്ടുണ്ട്. കാക്കയാന്ന് തോന്നുന്നു. കപ്പളങ്ങ തുളച്ചു. ഇനി ഒരെണ്ണം കൂടെ ചുമന്ന് നിൽപ്പുണ്ട്, നമുക്കത് പറിച്ച് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പറമ്പിലെ ചില രസകരമായ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.